എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വാഴയാണ്. ഇപ്പോൾ വാഴ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു മാസ്കിംഗ് ടേപ്പും, പിന്നെ ഒരു കമ്പിയും, പിന്നെ ഉപയോഗശൂന്യമായ ഒരു സ്കെച്ച്. അത് പച്ച കളറും ആണെങ്കിൽ നല്ലത്. പച്ച, പിന്നെ നമുക്ക് കളറായിട്ട് ഒരു ഇച്ചിരി മഞ്ഞ കളറും ബ്രൗൺ കളറും വേണം. വേറെ ഒന്നും ഇതിനാവശ്യമില്ല. ഞാൻ ആദ്യം മാസ്കിംഗ് ടേപ്പിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന രീതിയിലൊരു ചെറിയ ടേപ്പ് മുറിച്ചെടുത്തു. പിന്നെ ഒരു 15 സെൻറ്റിമീറ്റർ ഒക്കെ നീളം വരുന്നൊരു കമ്പി ഓൾറെഡി മുറിച്ചെടുത്തത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ കമ്പിയിലേക്ക് ഞാൻ ഈ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളും. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്ത് ഇനി ആ കമ്പി കാണുന്ന ഭാഗം കവർ ചെയ്ത് വേറൊരു ടേപ്പും കൊണ്ടും മൂടും. നമ്മൾ ഈ അടുത്ത് ഒരുപാട് ഇതുപോലെ ചെടികൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒരു വാഴ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അടുത്ത ഭാഗവും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു മാസ്കിംഗ് ടേപ്പും കൂടി മുറിച്ചെടുത്ത് ആ കമ്പി കാണുന്ന വശം കവർ ചെയ്തു. എന്നിട്ട് നമുക്ക് വാഴയുടെ ഷേപ്പ് ഏകദേശമൊക്കെ അറിയാമല്ലോ. അപ്പം വാഴയുടെ ഇല അവിടെ ഇവിടെ കീറലുണ്ടാവും. അപ്പം കത്തി കൊണ്ട് അവിടെ ഇവിടെ കീറലൊക്കെ ഇട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വെട്ടിക്കൊടുത്ത് പച്ച പെയിൻ്റ് അടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഒരു 10-15 വാഴയിലകൾ വേണം. അപ്പം ഞാൻ ഒരെണ്ണം ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ. അപ്പുറ സൈഡും ഇപ്പുറ സൈഡും ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞ് ഞാൻ ആ വെട്ടലൊക്കെ ഇട്ട് കൊടുത്ത് പെയിൻ്റ് അടിക്കുകയാണ്. എൻ്റെ കൈയൊന്നും നോക്കണ്ട, ഞാൻ ഒരുപാട് ഇലകൾ ചെയ്തു ഇതിന് മുമ്പേ, അതുകൊണ്ട് കൈ നിറച്ച് കളറാണ്. ഞാനിത് ചെയ്യാനിരുന്ന സമയത്ത് എൻ്റെ കയ്യിലാണെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് ഒന്നുമില്ല. ആകെ മഷി തീർന്ന കുറച്ച് സ്കെച്ച് പെന്നാണുള്ളത്. അപ്പോൾ സ്കെച്ച് പെന്നിൽ നിന്ന് എങ്ങനെയൊക്കെയോ മഷിയൊക്കെ എടുത്ത് തപ്പിപ്പിടിച്ചാണ് ഞാൻ ചെയ്തത്. ഇല്ലാത്ത മഷിയൊക്കെ ഞാൻ ഊറ്റിയെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് കലക്കി അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇത് പിള്ളേരാരും അനുകരിക്കണ്ട. ഞാനൊരു വാശിപ്പുറത്ത് ചെയ്താണ് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ പല ചെടികൾ, ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി. അപ്പോൾ പിന്നെ ഞാൻ വാഴ ചെയ്യാൻ നോക്കി. ഇപ്പം നമ്മുടെ ഒരു ഇല കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം വാഴയിലേൻ്റെ ഒക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി പെയിൻ്റ് അടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. സ്കെച്ച് പെന്നിൻ്റെ മഷിയാണത്. ആകെ എനിക്ക് നോക്കിയപ്പോൾ അതേ കളറ് കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ സ്കെച്ചിൻ്റെ കളറ് മുഴുവൻ എടുത്ത് പെയിൻ്റ് അടിക്കുകയാണ്. ഇത് ഈ മാസ്കിംഗ് ടേപ്പിൽ പിടിക്കാൻ കുറച്ച് പണിയുണ്ട്. അതിൻ്റെ പുറകുവശത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് അതിൽ ഉണങ്ങി കിട്ടാൻ പണിയാണ്. കൈ തൊടുമ്പം ആ ഭാഗത്തെ കളർ പോവും. ഇത് നമ്മുടെ ഏകദേശം വാഴയിലേൻ്റെ ഷേപ്പ് പോലെ വളച്ച് തിരിച്ചൊക്കെ കൊടുക്കാം. ഉള്ളിൽ കമ്പി ഉള്ളതുകൊണ്ട് ഇത് ഞാൻ മുന്നേ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ തണ്ടായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു മാർക്കറിൻ്റെ ഫില്ലറാണേ. അപ്പം നമുക്ക് കിട്ടുന്ന സാധനങ്ങളനുസരിച്ച് നമുക്ക് ചെയ്യാം. എനിക്ക് അന്നേരം നോക്കിയപ്പോൾ മാർക്കറിൻ്റെ ഫില്ലറാണ് കിട്ടിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോയ്ക്കകത്ത് കുത്തി നിറച്ച് വെച്ചാലോ അല്ലെങ്കിൽ നല്ല പശ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെച്ചാലോ ഒക്കെ മതി. അപ്പോൾ ഇവിടെ അതൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മാർക്കറിൻ്റെ ഫില്ലറിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചതാണ്. ഇനി വാഴയായി, ഇനി വാഴയ്ക്കൊരു വാഴക്കൊല വേണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്.
കൈ പിടിച്ചപ്പോൾ അവിടെയുള്ള കളർ മുഴുവൻ പോയി. രണ്ടാമത് വീണ്ടും പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. മറ്റേതൊക്കെ ഞാൻ 2 പ്രാവശ്യം പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തത് കൊണ്ടാണ് ആ കളർ നിൽക്കുന്നത്. അല്ലെങ്കിൽ തൊടുമ്പം കളർ പോവും. ഒരു ഭംഗിയൊക്കെ ആയില്ലേ. ഇനി ഈ വാഴക്കോലയ്ക്ക് അതിൻ്റെ തണ്ട് ചെയ്യാൻ വേണ്ടി മാസ്കിൻ ടേപ്പ് ഞാൻ ചെറിയൊരു കമ്പിയിൽ ചുറ്റിയെടുക്കുകയാണേ. എനിക്ക് മുന്നേ കണ്ടു പരിചയമൊന്നുമില്ല. ഒരു ബോധത്തിനങ്ങനെ ചെയ്ത് നോക്കുക, പണി ശരിയാവട്ടെ, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഒരു പകുതിക്ക് വെച്ച് ബാക്കി പകുതി ഞാൻ ആ ഫില്ലറിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റും എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ബാക്കി ഭാഗം ഞാൻ ഫില്ലർ കൊണ്ട് ഫില്ലറിൻ്റെ അകത്ത് കയറ്റും. അതുകൊണ്ട് മറ്റു ഭാഗം ഞാൻ ചെറുതായിട്ട് മാസ്കിൻ ടേപ്പ് കവർ ചെയ്തു. ഇനി അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പഴം വേണ്ടേ നമുക്ക് പഴക്കോലയിൽ. അപ്പോൾ അതിന് വേണ്ടി ചുമ്മാ ഇങ്ങനെ തിരിച്ച്, ഈ തിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പശ വരുന്ന ഭാഗം പുറത്തേക്കാണ് ഞാൻ തിരിച്ചത്. കാരണം നമ്മൾ പഴം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ അത് ഒട്ടില്ല. അപ്പോൾ പശ പുറത്തേക്കുണ്ടെങ്കിൽ ആ പശ കൊണ്ട് കുറച്ച് നേരം ഒട്ടി നിൽക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഫെവിക്വിക്കോ എന്തെങ്കിലും കൊടുത്താൽ അത് പിന്നീട് പയ്യെ ഉറച്ചു വരുമായിരിക്കും. അല്ലാതെ നമുക്ക് കൈ കൊണ്ട് അവിടെ വെച്ച് പിടിച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പശ വരുന്ന ഭാഗം പുറത്തേക്ക് ആക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചത്. എന്നിട്ട് ഞാൻ ഓരോ കഷ്ണങ്ങൾ ചെറുത് മുറിക്കും. എന്നിട്ട് അത് പിന്നെ നമ്മൾ കൈ കൊണ്ട് തിരുമ്മി റെഡിയാക്കി പഴത്തിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കും ഏകദേശം. അത്രയേ ആവുള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ മഞ്ഞ കളർ ഇല്ലായിരുന്നു, സ്കെച്ചും ഇല്ലായിരുന്നു. അതുകൊണ്ട് പഴമൊക്കെ എത്തിയപ്പം കുറച്ച് ക്ഷാമമായി. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നിങ്ങൾക്ക് നല്ലപോലെ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഒട്ടിപ്പിടിക്കാൻ കാരണം പശ പുറകോട്ടാണ് ഇരിക്കുന്നത്, അകത്തല്ല പുറത്താണ് പശ. എന്നിട്ട് ഞാൻ ഫെവിക്വിക്ക് വെച്ചിട്ട്, ഇത് വെറുതെയാണ്, അതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് ഇപ്പോഴും. ആ പശയുടെ പുറത്താണ് അത് നിൽക്കുന്നത്. പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പയ്യെ ഉറക്കുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചുമ്മാ ഫെവിക്വിക്ക് വെച്ചതാണ്. ഇതൊക്കെ എൻ്റെ കയ്യിലാണ് ഒട്ടുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് വേഗം ഒട്ടാൻ കാരണം അതിൻ്റെ പശ കൊണ്ടൊട്ടുന്നതാണ്. പിന്നെ ലാസ്റ്റ് ചുമ്മാ ഫെവിക്വിക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ. ഉണ്ടോ? ഇത്രയൊക്കെ മഞ്ഞ കളർ എനിക്ക് കിട്ടിയുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ കഷ്ണം മുറിച്ചിട്ട് അന്നേരം തന്നെ ഈ മഞ്ഞ പെയിൻറ്റ് മുക്കിയെടുത്താൽ മതി, എന്നിട്ട് ഒട്ടിക്കുക. കാരണം ഈ ചെറുത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പണിയായിരിക്കും. കണ്ടോ, ഇത് ഒരു പച്ച മാർക്കറിൻ്റെ ഫില്ലറാണ്. ഞാനിത് മാസ്കിൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ട് അതിന് ബ്രൗൺ കളർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി, ബ്രൗൺ മാർക്കറിൻ്റെ ഫില്ലറിൽ കുത്തി എടുത്താൽ മതി. ഇതിൻ്റെ ഒന്നും കളറ് കൈ പറ്റുന്നതല്ലാതെ അതിലൊന്നും ഉറക്കുന്നില്ല. ഇതാണ് അവസാനം ഞാൻ ചെയ്ത വാഴ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഒരു മിനിയേച്ചർ രൂപത്തിൻ്റെ അകത്തൊക്കെ വെച്ചാൽ കൊള്ളാമായിരിക്കും.